ഹലോ എവ്രി വൺ, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഒന്ന് പുറത്ത് പോകാമെന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ വാപ്പനി തിരിച്ചു പോകും. അപ്പം നമ്മൾ ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി പുറത്തിറങ്ങിയതാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ലുലു മോളിലോട്ട് പോകാമെന്ന്, പാലക്കാട് ലുലു മോളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പുറത്തിറങ്ങുന്നതിൻ്റെ മുമ്പ് തന്നെ എല്ലാവർക്കും കുറേ ഫോട്ടോസ് എടുക്കണം. അതിൻ്റെ തിരക്കിലാണ് ഓരോരുത്തർ. കാക്കും അവിടെ ഷാനുവിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് അതിൻ്റെ ഫാമിലി ഫോട്ടോ, പിന്നെ കപ്പിൾ ഫോട്ടോ, അങ്ങനെ കുറേ ഒരു ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ ക്യൂ ആയിരിക്കും നമ്മളെല്ലാവരും പാടെ ഒന്ന് പുറത്തിറങ്ങുമ്പോൾ. അപ്പോൾ കാക്കുവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കുമ്പോൾ എല്ലാവരും ഷാനുവിൻ്റെ കൂടെയുള്ള ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നുള്ള കുറേ റിക്വസ്റ്റ് ഞാൻ കണ്ടു. ഇൻഷാ അല്ലാഹ് ഉടനെ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ പോണത് പാലക്കാട് ലുലു മോളിലോട്ടാണ്. അതിപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞങ്ങൾ ജില്ല വരുന്നത് പാലക്കാടും, പക്ഷെ ഞങ്ങളുടെ സംസാരവും സ്ലാങ്ങും ഒക്കെ വരുന്നത് മലപ്പുറം. കാരണം മലപ്പുറം ഒരു ബോർഡറിലാണ് നമ്മുടെ വീട്, മണ്ണാർക്കാട് എന്ന് പറയും. അപ്പം ഞങ്ങളുടെ ആ പാലക്കാട് ആ സൈഡിലോട്ടല്ല, പാലക്കാട് ആ സൈഡിലത്തെ സ്ലാങ് വേറൊരു മാതിരിയാണല്ലോ. ഈ ഞങ്ങളുടെ സംസാരം കേട്ട് പലരും മലപ്പുറമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ മലപ്പുറത്തിൻ്റെ ഈ ഒരു അറ്റത്ത് പക്ഷേ പാലക്കാട് ജില്ലയിലാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇങ്ങോട്ട് വന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഇപ്പോൾ നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് എ സിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കറങ്ങും ചെയ്യാം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. പിന്നെ വീട്ടിലെത്തിയിട്ട് നമ്മൾ പടക്കമൊക്കെ പൊട്ടിക്കായിരുന്നു. കാരണം ഞാൻ ഈ വീഡിയോ എടുത്തത് വിഷുവിൻ്റെ അന്നായിരുന്നു. അപ്പോൾ കാക്കു പുറത്തു പോയപ്പോൾ കമ്പത്തിരിയും പൂത്തിരിയും നിലച്ചക്രം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു രാത്രി വന്നിട്ട് ഇത് കത്തിക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ കാണാൻ രസമുള്ള അങ്ങനെ കമ്പിത്തിരി പൂത്തിരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലാഗായി, അതുകൊണ്ടാണ് വീഡിയോ പബ്ലിഷ് ആക്കാൻ കുറച്ച് വൈകിയത്. അല്ലെങ്കിലും പൂരം കഴിഞ്ഞ് എട്ടാമക്കാണല്ലോ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കാറുള്ളത്. നമ്മൾ മെയിനായിട്ട് വിചാരിച്ചത് അയാൻ ബേബിയും കണ്ടാലേ ഇത് ഓനക്കും ഇഷ്ടാവും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഓൻ ഇത് കണ്ടതും ഒറ്റ കരച്ചിലായിരുന്നു. ഓൻ കരഞ്ഞ സ്ഥിതിക്ക് പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കത്തിച്ച് എൻജോയ് ചെയ്തു. പാലക്കാട്ടിൽ നിന്ന് വീട്ടിലെത്താൻ തന്നെ അത്യാവശ്യം കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും പാടെ കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേഗം പോയി ഉറങ്ങണം. പിന്നെ കുറച്ച് പേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്കിൻ കെയറിനെ പറ്റി ചോദിക്കലുണ്ട്, അപ്പോൾ അതും കൂടി ആവാം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നേരം ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നില്ല, അതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. സോ ഇനി നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമല്ല, ഇനി ഉറങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്കിൻ കെയർ പോലെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. ഇതിനടുത്ത് കുറേ പേര് ചോദിക്കലുണ്ട് സ്കിൻ കെയറിൻ്റെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചോദിക്കലുണ്ട് കുറച്ച് പേരൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ റൂമിലത്തെ ഫാനും കാര്യങ്ങളൊക്കെ ഓഫാക്കി വെച്ചിട്ടാണ്. ഇനി ആ ഫാന് കറങ്ങണ ആ സൗണ്ടിൽ ഞാൻ പറയണത് കേൾക്കാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വിയർത്തൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മാതിരി ചൂടാണ്, അൺസഹിക്കപ്പെടും. ഇത് പറയൽ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ആ ഫാനൊന്നും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പറഞ്ഞ് ലാഗടിപ്പിക്കാതെ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വലിയൊരു സ്കിൻ കെയർ റുട്ടീനൊന്നും എനിക്കില്ല, പക്ഷെ ചെയ്യണത് ഞാൻ നല്ല വൃത്തിക്ക് ചെയ്യാറുണ്ട് എപ്പോഴും. ഞാൻ അത്യാവശ്യം കുറച്ച് കാലമൊക്കെ ആയിക്കോളും ഞാൻ എൻ്റെ സ്കിന്നൊക്കെ കെയർ ചെയ്ത് തുടങ്ങിയിട്ട്. സോ അത് ഇപ്പോഴും ഞാൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതാണ് എൻ്റെ മുഖത്ത് കാണുന്ന ഈ ഒരു തിളക്കം. പിന്നെ വേർത്തിട്ട് വേറൊരു തിളക്കം ഉണ്ടാവും. ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നുമില്ല, ആകെ 2-3 പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ഞാനത് കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്ക് വരും. സോ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ ഇനി ഫേസ് വാഷ് ചെയ്യാൻ പോവുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്കിന്നിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷാണ്. വൈറ്റമിൻ സി കൂടാതെ ഇതിൽ ഹൈലറോണിക് ആസിഡ് കൂടി ഇൻക്ലൂഡ് ആകുന്നുണ്ട്. സോ ഇത് ഫേസിനെ ഒട്ടും ഡ്രൈ ആക്കുന്നില്ല. പിന്നെ ഇതൊരു ജെൽ ബേസ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ്. മാത്രമല്ല ഫേസിനെ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായ രീതിയിൽ ബീഡ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എക്സ്ഫോലിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊന്നും കൂടിയും ബെറ്റർ ആയിട്ടുള്ള ഫേസ് വാഷ് ആയിട്ട് തോന്നി. ഇത് നമ്മുടെ സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ആവാനും ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തത് സ്കിന്നിൻ്റെ വൈറ്റമിൻ സി ഫേസ് വാഷാണ്. നല്ല അടിപൊളി ഫേസ് വാഷാണ്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫേസ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു നൈറ്റ് ക്രീം ഇടുകയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒസീവിയൻ്റെ അഡ്വാൻസ്ഡ് വൈറ്റനിങ് ക്രീമാണ്. ഇതും സ്കിന്ന ബ്രാൻഡിൽ തന്നെ വരുന്നതാണ്, പക്ഷെ പേരിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടെന്ന് മാത്രം. ഇത് നമുക്ക് ഡേയും നൈറ്റും യൂസ് ആക്കാം. ഞാൻ കൂടുതലും രാത്രി നൈറ്റ് ക്രീം ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങാണ് പതിവ്. അപ്പോൾ ഇതും കൂടി അപ്ലൈ ചെയ്ത് കുറച്ച് ലിപ് ബാമും കൂടി ഇട്ടാൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ ഈ സ്കീന എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു കൂട്ടം ഡെർമറ്റോളജിസ്റ്റുകൾ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സോ ഇവരുടെ എല്ലാ പ്രൊഡക്ട്സും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പിന്നെ മറ്റുള്ള ബ്രൈറ്റനിങ് ക്രീമുകളിലൊക്കെ ഉള്ള പോലെ ഹൈഡ്രോക്യൂരിൻ പോലെയുള്ള സ്റ്റിറോയിഡ്സോ കാര്യങ്ങളോ ഒന്നും ഇതിലില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് ബ്രൈറ്റനിങ് ക്രീം ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വൈറ്റമിൻ സി, നയാസിനമൈഡ്, പിന്നെ മെയിനായിട്ട് ടൈറോസ്റ്റാറ്റ് 09 എന്ന് പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഫേസിലുണ്ടായ ചേഞ്ചും ഞാനിവിടെ കാണിക്കാം. ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും മെലാസ്മയൊക്കെ ഒഴിവാക്കി നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. ഫേസിന് കൂടുതൽ പിഗ്മെൻറ്റ് ആക്കാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇത്രയുള്ള നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരുപാട് കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഉറങ്ങാൻ പോണതിൻ്റെ മുമ്പ് വേറൊരു കാര്യം കൂടി മറക്കാൻ പാടില്ല എൻ്റെ റീറ്റെയിനേഴ്സ്. ഉറങ്ങാൻ പോണതിൻ്റെ മുമ്പ് ഈ ഒരു സാധനം മറക്കാൻ പറ്റൂല. ബ്രേസ്ലെസ്സൊക്കെ ചെയ്തവർക്ക് അറിയണ്ടാവും. ഇത് ഇട്ടിട്ട് സംസാരിക്കുമ്പോൾ സംസാരം ഒരു കുഴ പോലെ ഉണ്ടാവും. കാരണം ഇത് വായിലുണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി ചാച്ചാൻ പോവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.